ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. വൃഷഭ സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി മോഹൻ ലാൽ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു തെലുങ്ക് സിനിമ. ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു തെലുങ്ക് സിനിമ എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം, യെസ് ഓഫ് കോഴ്സ്, ലാലേട്ടൻ അന്യഭാഷാ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. ഗംഭീര സാധനങ്ങളൊക്കെ മൂപ്പര് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ കണ്ണപ്പ ഞാൻ കണ്ടിട്ടില്ല. തുറന്നു പറയാലോ, എനിക്കത് കാണാൻ തോന്നിയിട്ടില്ല. ഒരു ഇൻട്രസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ കാണുന്നില്ല, അതവിടെ ഇരിക്കട്ടെ എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. കാരണം അന്ന് തുടരുമൊക്കെ ഇറങ്ങിയ സമയമാണ്. ഓൾറെഡി അങ്ങനൊരു തിളക്കത്തിൽ ലാലേട്ടൻ ഇരിക്കുന്ന സമയമാണ്. ആ രീതിയിൽ ലാലേട്ടനെ നമ്മൾ മനസ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി ലാലേട്ടൻ്റെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വമേ കാണുന്നുള്ളൂ എന്ന് പേഴ്സണലി ഞാനൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഹൃദയപൂർവ്വം ഇറങ്ങി. ഇപ്പതാ അന്യഭാഷ സിനിമയായ വൃഷഭ വരുന്നു. എന്തായാലും വൃഷഭ കാണും. കാരണം അതിൽ പ്രധാന വേഷത്തിലാണ് വരുന്നത്. വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയാണ്. എന്തായാലും അത് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നു. ടീസർ കാണാം. മോഹൻലാൽ ആസ് എ കിങ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാത്തോളനെ കാണാം. യാ അതെനിക്ക് പിടിച്ച എന്താ മ്യൂസിക്. ഇത് ആര്? ലാലേട്ടനാണ്. ലാലേട്ടാ, ലുക്കിന് കുഴപ്പമൊന്നുമില്ല. അത് പോകും, മറ്റും പോകും. എന്താ കണ്ണ് വൃഷഭ. ഓക്കെ, ദിവാളി 2026. കുഴപ്പമില്ല അല്ലേ? എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഈ ടീസർ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ പോസ്റ്ററിൻ്റെയൊക്കെ താഴെ ആൾക്കാർ പ്രെജുഡ്യൂസ് ആയിട്ട് ട്രോളാനുള്ള വകുപ്പായി എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിലും അങ്ങനെ ചിന്തിച്ചു, ട്രോളാനുള്ള ഒരു സെറ്റപ്പിലേക്ക് ഈ സാധനം പോവോ എന്ന്. പക്ഷേ ഈ ടീസർ കണ്ടപ്പോൾ അത്ര പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇറ്റ് ലുക്സ് ഗംഭീരമൊന്നുമല്ല, ബട്ട് ഇറ്റ് ലുക്സ് നൈസ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടീസറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വലിയ ബഡ്ജറ്റിലൊക്കെ വരാൻ വേണ്ടി പോകുന്ന സിനിമയാണ്. ലാലേട്ടൻ്റെ ലുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. എന്തായാലും ബാക്കി സിനിമ തിയേറ്ററിൽ വരട്ടെ, കഥയൊക്കെ ഗംഭീരമാവട്ടെ. ഞാൻ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല തൽക്കാലം. കഥ നന്നായാൽ മതി. ബാക്കി ഇപ്പോൾ വലിയ സെറ്റപ്പിലൊക്കെ വരുന്ന സിനിമയൊക്കെ അല്ലേ ഇപ്പോൾ വിഷ്വലി, അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ലൊക്കേഷൻസും കാര്യങ്ങളും എന്താ സെറ്റിട്ട പരിപാടികളൊക്കെ തന്നെയല്ല. അത് എന്തോ ആവട്ടെ, കഥ നന്നായി, ലാലേട്ടനും ഗംഭീരമൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആഡ്. ആക്ച്വലി അറ്റ്ലീസ്റ്റ് അത് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. എന്തായാലും ഉഷാറാവട്ടെ. ബാക്കി സിനിമ വന്നതിന് ശേഷം സംസാരിക്കാം. ഇറങ്ങുന്നതിന് മുമ്പ് പ്രതീക്ഷകളെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു അന്യഭാഷാ സിനിമയാണ്. അതിൽ നമ്മുടെ സ്വന്തം മുത്ത് ലാലേട്ടൻ വരുന്നതായതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി കാണുന്നത്. അതർവൈസ് ഞാൻ കാണില്ല. എനിക്ക് ലാലേട്ടനെ കാണണം. പ്രധാന വേഷത്തിൽ വരുന്ന സാധനം, ബിഗ് ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ, മോഹൻലാൽ ആസ് കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നു. സോ നന്നായി വരട്ടെ. നന്നായി വന്നാൽ എല്ലാം നല്ലതാണ്. അതാണ് ഒരു വലിയ ബഡ്ജറ്റിലൊരു സിനിമ വരിക, അതിൽ ലാലേട്ടൻ വരിക,
എല്ലാം ഉണ്ടാവും. പക്ഷെ കഥ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി, ഒന്നിനും പറ്റാത്തൊരവസ്ഥയും. അപ്പോൾ അതാണ് കഥ ഗംഭീരാവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ കാരണം, അത് ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കാരണം. കഥ ഒന്ന് ഗംഭീരായി നല്ലൊരു മേക്കിങ്ങും സെറ്റപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും ആസ് ആൻ ആക്ടർ ഗംഭീരാക്കും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ നമുക്കൊരു ഒരു 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 സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കോളും. തന്നെ അത് ഗ്രാജുവലി എന്താ പറയുക ഓർഗാനിക്കായിട്ട് അങ്ങ് വന്നോളും. പിന്നെ ഈ സിനിമ എടുത്ത ഡയറക്ടറൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ പൊതുവേ തെലുങ്ക് സിനിമ കാണൽ കുറവാണ്. ഇനി പിന്നീട് ഇതിന് മുമ്പ് ചെയ്ത സിനിമ എന്താണ്, അയാളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. അപ്പോൾ എന്തു തോന്നണു നിങ്ങൾക്ക്? ഇത് എങ്ങനെ ഉണ്ടാവും എന്നാണ് നിങ്ങൾക്ക് തോന്നണേ? ഏതായാലും ഹാട്രിക് അടിക്കട്ടെ. ആസ് എ പ്രേക്ഷകൻ, ഫാൻസും എന്നൊക്കെയുള്ള പരിപാടി വിട്ടേക്ക്. ആസ് എ പ്രേക്ഷകൻ ലാലേട്ടൻ ഹാട്രിക് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തുടരും വന്നു, അത് ഗംഭീര വിജയത്തിലേക്ക് പോയി, ഹൃദയപൂർവ്വം നല്ല രീതിയിൽ റണ്ണാവുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞായറാഴ്ച ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2ാം തവണ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത്. അപ്പോഴാണെങ്കിലും ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഫുള്ളായിരുന്നു. ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ടാണ് ഹൃദയപൂർവ്വം പോകുന്നത് കേട്ടോ. അതായത് സാറ്റർഡേ സൺഡേസിൽ ലീവുള്ള ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ഫാമിലി കയറി കാണുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അത്യാവശ്യം ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വമാണെങ്കിലും ഹിറ്റാണ്. നല്ല ഒരു സെറ്റപ്പിൽ ആക്ച്വലി ലാലേട്ടൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, സമയമാണ്. അപ്പോൾ അന്യഭാഷയിലും കൂടിയും പോയി അതും കൂടിയും ഗംഭീരമാവുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര ഒരു ഹാട്രിക് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ ട്രോളാൻ വേണ്ടി ഇരിക്കല്ലേ, ജെനുവിൻലി ട്രോളാൻ തോന്നിയാൽ ട്രോളിക്കോ. പക്ഷെ ട്രോളാൻ വേണ്ടി കാണുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ എന്താ പറയുക, ലാലേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് കയറി നോക്ക്. അതിൽ വൃഷഭയുടെ ടീസർ വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് പുള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റർ ലാസ്റ്റ് മൂപ്പരിട്ട ടീസർ വരുന്നുണ്ടെന്ന് പറഞ്ഞ പോസ്റ്റർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കണം. അതിൽ കുറേ അലവലാദികൾ വന്നിട്ട് ലാലേട്ടനെ വെറുതെ വന്ന് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ക്രിറ്റിസിസം ആണെങ്കിൽ നോ ഇഷ്യൂസ്, ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടുള്ള രീതി കുഴപ്പമില്ല. പക്ഷേ അവിടെ ആൾക്കാർ പോയിട്ട് അയാളെ ഒരുമാതിരി ബിഗ് ബോസിൻ്റെ പേരും പറഞ്ഞിട്ട് തെറി വിളിക്കുന്നുണ്ട്. LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ ആസ് എ ഹ്യൂമൻ ലാലേട്ടനോട് സ്നേഹം തോന്നുക എന്നുള്ളതിനെക്കാട്ടിലുപരി ആൾക്കാർ അയാളെ ഹെയ്റ്റ് ചെയ്യുകയാണ്. അയാളെ ഓരോ വാക്കുകൾ വെച്ചിട്ട് വിളിച്ചിട്ട് അയാളെ ആക്ഷേപിക്കുകയാണ് ആക്ച്വലി അവിടെ പോയിട്ട് ചെയ്യുന്നത്. സോ ഞാൻ സാധാരണ നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഈ കേസിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ അവിടെ പോയി നോക്ക്. വെറുതെ അയാളെ ഇട്ടിട്ട് തെറി വിളിച്ച് ആക്ഷേപിച്ച് പണ്ടാറടങ്ങാണ്. നിങ്ങൾ തിരിച്ചു പോയി തെറി വിളിക്കണം എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ കുറച്ച് ഹ്യൂമെയിനായിട്ട് നിങ്ങൾ ഈ ഊളകൾക്കൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഹെൽത്തി ആയിട്ടൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ അവർ ലാലേട്ടനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മമ്മൂട്ടിയുടെ ഫാൻസ് ഒന്നുമല്ല. കുറേ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് അങ്ങനെയൊന്നുമല്ല. അത് LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന, അവരോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് പോയിട്ട് ഇപ്പോൾ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ പോയിട്ട് തെറി വിളിക്കുന്നത്. സോ നിങ്ങൾ ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്, കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന് തൊട്ട് മുമ്പ് നിങ്ങൾ ആ വീഡിയോ കൂടി പറ്റുകയാണെങ്കിൽ ഒന്ന് കാണും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണും കൂടി അടിക്കുക. ശരി എന്നാൽ.